ഹായ് ഓൾ അസ്സാം വലൈക്കും. ഞാൻ നഫിയാണ്. അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് വേറൊരു വ്ളോഗുമായിട്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലിൽ എല്ലാ ആൾക്കാരും കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്, ഇവയ്ക്ക് തന്നെയാണ് പണിയെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലട്ടാ. അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും ഒരു ചാനൽ തുടങ്ങാൻ ഞാൻ ഫൈസൽ ഖാനോട് കുറേ പറയും, ഫൈസൽ ഖാൻ ഒരു ചാനൽ തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഫൈസൽ ഖാൻ പറഞ്ഞു, എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫൈസൽ ഖാനോട് പറഞ്ഞു, നമ്മൾ ഏതായാലും ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഊട്ടി വയനാടൊക്കെ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് വ്ളോഗ് അങ്ങനെ തന്നെ ആവട്ടെ. അപ്പോൾ ഫൈസൽ ഖാൻ ആയിക്കോട്ടെ. എനിക്കൊന്നാമത് വ്ളോഗ് തുടങ്ങാനുള്ള മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഭയങ്കര മടിയുള്ള കാര്യം. വീഡിയോ എടുക്കണതിനൊന്നും അത്ര പ്രശ്നമില്ല. അങ്ങനെ ഞങ്ങൾ ടൂറ് പോയി. ഞങ്ങൾ ഇവിടുന്ന് ആദ്യം കൊടുവള്ളിക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. ഷാഹിദ് ഷിബോട്ടനും ടീമൊക്കെ അതിന് പോയിരുന്നത്. അങ്ങനെ വയനാട് റിസോർട്ട് ബുക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഒരു 7 മണി ടൈമിലൊക്കെയാണ് എത്തിയത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ മീനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറേ ടൂറൊക്കെ പോയിട്ടുണ്ട്. ഊട്ടി പോയി, കൊടൈക്കനാൽ പോയി, എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് 10-24 ആൾക്കാരൊക്കെ ആയിട്ട് പോയിട്ട് ഇതൊരു വേറിട്ടൊരു അനുഭവമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ദുബായിൽ പോയിട്ടുണ്ടായിരുന്ന ടീമായിരുന്നു ഷാഹിദും ഷെബീറും റംസും ഒക്കെ. അവരൊക്കെ ആയിട്ട് എന്താ പറയുക, അവരെ ഫാമിലിനൊക്കെ ആയിട്ട് കുറേ ആയി നമ്മളങ്ങനെ കൂടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് പോയി. റംസുവിൻ്റെയും ഷെബീറിൻ്റെയും ഫാമിലിനെ ആദ്യമായിട്ട്, ഷാഹിദിൻ്റെ ഫാമിലിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടായി. എല്ലാവരും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ എവിടെയൊക്കെ ടൂറ് പോയിട്ടുണ്ടെങ്കിലും ഇത്ര എൻജോയ് ചെയ്തിട്ട് പോയത് ആദ്യമായിട്ടാണ്. കാരണം നമ്മൾ ഈ റീലിലൊക്കെ കാണുക, അല്ലെങ്കിൽ നമ്മൾ പല വ്ളോഗിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെ റിസോർട്ടൊക്കെ എടുത്തിട്ടൊക്കെ നിൽക്കണം. പക്ഷേ നമ്മളെ ഇതിൽ ആദ്യമായിട്ടുള്ള അനുഭവമാണ്. പിന്നെ ഷിബുവേട്ടൻ്റെ ഒരു ആൽബത്തിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു അന്ന്. ആ ഷൂട്ടിനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വന്നത് ഷുവയിലായിരുന്നു ഡയറക്ഷൻ. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, അവിടെ ഗ്യാൻഡ് ഫയറൊക്കെ ഒരുക്കിയത് അവരാണ് ഫുഡൊക്കെ സെർവ് ചെയ്ത് തന്നത്. ഭയങ്കര രസമാണ്. കാരണം നമ്മൾ ഇന്ന് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തിന്നത് പോലെ, പക്ഷേ അവർ വിളമ്പി തന്ന് തിന്നുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ ഫുഡിന്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞു, കാരണം ഞങ്ങളോട് എല്ലാവരും പറഞ്ഞു, നിങ്ങൾ ആരും ഇങ്ങോട്ട് വരണം, ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഷിബോട്ടനൊക്കെ ആയിരുന്നു അവിടെ ഭയങ്കര. പിന്നെ ഷിബോട്ടൻ്റെ ഷൂട്ടിനും ഇതിനൊക്കെ ഭയങ്കര തണുപ്പായിരുന്നു. അവിടെ ഗ്യാൻഡ് ഫയറൊക്കെ ഒരുക്കുന്നത് ആ ഒരു ഇതിൽ എല്ലാ ആൾക്കാരും തീൻ്റെ ചൂട് കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും മത്സരിച്ചിരിക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഷിബോട്ടൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് രാവിലെ ഞങ്ങൾ നാസ്തയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തരാം. അപ്പോൾ ഓരോരോ ആൾക്കാർ എന്താണ് നാസ്താന്ന് തിരഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ ഞാൻ മുടിനോട് ചോദിച്ചു എന്താ നാസ്താന്ന് ചോദിച്ചപ്പോൾ മുടി എന്നോട് മുട്ടക്കറി ഉണ്ട്, കടലയുണ്ട്, പുട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പത്തിരീൻ്റെ കാര്യത്തിലെത്തിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിൽ ഇത് നെയ്പ്പത്തിരി. അപ്പോൾ ഓരോന്നോട് ഇത് നെയ്പ്പത്തിരി അല്ല, ഇത് പത്തിരിയാണ്. ഞാൻ പറഞ്ഞു ഇത് പൊരിച്ച പത്തിരി. ഞാൻ പറഞ്ഞു അല്ല, ഇത് നെയ്പ്പത്തിരിയാണ്. അപ്പോൾ എന്നോട് ഇത് പത്തിരിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കതിൻ്റെ ബോർഡ് എടുത്ത് കാണിച്ചു തരുമായിരുന്നു. ഭയങ്കര സംഭവം. കാരണം വിചാരിച്ചു. അപ്പോൾ ഷംസീർ അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അവിടെയുള്ള പാത്രങ്ങളൊക്കെ തുറന്നു, എനിക്ക് ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ട്, എനിക്ക് അതും മതി, എനിക്ക് കടലിൽ മുട്ടക്കറിയൊന്നും ഉണ്ട്, എനിക്ക് അതും മതി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടുന്ന് രാവിലെ നാസ്തൊക്കെ കഴിച്ച് അവിടുന്ന് ഒരു 11-12 മണിയാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഊട്ടിക്ക് പുറപ്പെട്ട് അവിടെ ഊട്ടിയിലേക്ക് എത്തുമ്പോൾ എന്താ പറയുക, പിന്നെ അതിന് മുന്നേ ഞാൻ അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ കയറിയിട്ട് ഭയങ്കര രസമായിരുന്നു. കാരണം നമ്മൾ ബസ്സിൽ എല്ലാവരും ഉണ്ട്, മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, പിന്നെ ലിറിക്സ് റൈറ്റർ ഉണ്ട്, ഗായകരുണ്ട്, എല്ലാവരും കൂടി എന്താ പറയുക ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്ര ആൾക്കാർ 10-24 ആൾക്കാരായിട്ടുള്ള ഒരു യാത്രയിൽ എന്താ പറയുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതിനുണ്ട്. കാരണം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. കാരണം എല്ലാവരും അടുത്തറിയുന്ന ഫാമിലി എല്ലാവരും കൂടി ആകുമ്പോഴേ നമ്മൾ ആകെ പോണത് ഞാനും ഫൈസൽക്ക, ചിലപ്പോൾ വേറൊരു ഫാമിലിയും കൂടിയൊക്കെ ഉണ്ടാവാറുള്ളൂ, ഫൈസൽക്ക എൻ്റെ സ്നേഹിതനും ഫാമിലിയൊക്കെ. അല്ലാതെ ഇങ്ങനെയുള്ളൊരു അനുഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഒരു വൈകിട്ടാകുമ്പോഴത്തേക്ക് ഞങ്ങൾ ഊട്ടിയിലെത്തി. മുത്തങ്ങ വഴിയാണ് പോയത്. ആ ഊട്ടിയിലെത്തി എന്താ പറയുക, അവിടെ ഞങ്ങൾ കാട്ടാനനെയും മയിലിനെയും മാനിനെയും ഒക്കെ കണ്ടു. ഭയങ്കര രസമായിരുന്നു. കാരണം എല്ലാ ആൾക്കാരും മാനിനെ കാണുമ്പോൾ മയിലിനെ കാണുമ്പോൾ ഒക്കെ എല്ലാവരും ബസ്സിൽ നിന്ന് ചീറി വിളിക്കായിരുന്നു, ആന മയിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ പറയുക, ആനനെ അങ്ങനെ ഉത്സവത്തിനൊക്കെ നമ്മൾ കാണുമെങ്കിലും പക്ഷെ ഇങ്ങനെ കാണുന്നതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണല്ലോ. കാരണം മാനിനൊക്കെ നമ്മൾ അത്ര ഇതായിട്ട് കാണാം, പക്ഷെ അവിടെ ഒന്നും ബസ്സൊന്നും നിർത്താൻ പാടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ പോകുമ്പോൾ എന്താ പറയുക, ഞാൻ ഫൈസൽ ഖാനോട് പറയായിരുന്നു വീഡിയോ എടുക്ക്. കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നാമത് നല്ല മടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആയിട്ടായിരുന്നു. അതൊക്കെ ആയി നമ്മൾ ആനനൊക്കെ വീഡിയോ എടുത്ത് അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലെ ബോർഡറിലേക്ക് എത്താനായി. അപ്പോൾ ഞങ്ങൾ ഊട്ടിയിലെത്തി അവിടെ എത്തുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ റൂമിൻ്റെ ഇവിടെയൊക്കെ എത്തുമ്പോഴത്തേക്ക് നല്ല കുറച്ച് ലേറ്റായി ഉണ്ടായിരുന്നു. പക്ഷേ ആ ലേറ്റായ ടൈമിൽ പിന്നെ നമുക്ക് കുറച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. ഫോണിലെ ചാർജൊക്കെ തരും. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ എന്താ പറയുക പോയത്. അപ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു. എന്താ നമ്മൾ ഇത്രയും സ്ഥലം പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തണുപ്പുള്ളൊരു സമയത്ത് നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത്ര ഭയങ്കര തണുപ്പായിരുന്നു, ആർക്കും നിൽക്കാൻ പറ്റാത്ത തണുപ്പ്. അങ്ങനെ ഞങ്ങൾ ട്രെയിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഷിബുവേട്ടൻ.
അങ്ങനെ ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ്. ഞങ്ങൾ ഇത്രയും പ്രാവശ്യം ഊട്ടിയിൽ പോയിട്ട് ഞങ്ങൾ ഇത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. കാരണം എല്ലാവരും പറയായിരുന്നു ആ ഒരു ഇതിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര നമ്മൾ ഈ കിലുക്കത്തിലും നമ്മൾ സമ്മറിയും ബത്ലഹേമിലൊക്കെ ആയിരുന്നു നമ്മളിങ്ങനെ ട്രെയിനൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ആ ഒരു ഇതിൽ നമ്മൾ നേരിട്ട് കയറാന്ന് പറഞ്ഞത് ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ ഒരു സമയത്ത് എന്താ പറയുക, നമ്മൾ ചായ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഊതുമ്പോഴത്തേക്ക് സിഗരറ്റ് വലിച്ച പോലെയാണ് വായിന്നൊക്കെ പുകയൊക്കെ പോയിരുന്നത്. ഭയങ്കര രസമായിരുന്നു. കാരണം എന്താ, നമ്മൾ തണുപ്പത്ത് പോകുന്നുണ്ടെങ്കിലും ഇനി ഇൻഷാ അല്ലാ പിന്നെ എന്താ പറയുക, കൂടുതലായിട്ട് എന്താ പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുക. പിന്നെ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയില്ല. അപ്പം ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫൈസൽ ഖാൻ്റെ കയ്യിൽ കൊടുത്തിട്ടായിരുന്നു കുറച്ച് വീഡിയോസൊക്കെ ഫൈസൽക്ക് എടുത്തു തന്നത്. കാരണം ഞാൻ 1-2 വീഡിയോസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഇതിൽ എൻ്റെ കുറേ പോരായ്മകളുണ്ടെന്ന്. എനിക്ക് എൻ്റെ വോയിസ് ഓവറിലും എടുത്ത വീഡിയോസിലൊക്കെ കുറേ പോരായ്മകളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വ്ളോഗായിട്ട് വരുമ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇൻഷാ അല്ലാ എന്താ നമുക്ക് കൂടുതൽ ഊട്ടിനെ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം അവിടെ മറ്റേ പുഷ്പോത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടേക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല. കാരണം നമ്മൾക്ക് പെട്ടെന്ന് അവിടെ നിന്ന് തന്നെ തിരിച്ചു പോരണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും കൂടെ നിൽക്കുക.